ഹലോ എവ്രിവൺ. നമ്മൾ സൗണ്ട് വേവ്സിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ട്രൈ ആൻ ആക്ടിവിറ്റി. ഫിക്സ് എ സ്പ്രിംഗ് വേർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ നെയിൽ. അതായത് ഒരു സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് ഒരു ആണി ഉപയോഗിച്ച് വെർട്ടിക്കലി, അതായത് കുത്തനെ ഒരു സൈഡ് ടേബിളിന്റെ ഒരു സൈഡിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ അതർ എൻഡ് ടു എ 50 gram സ്ലോട്ടഡ് വെയിറ്റ്. അതായത് ഒരു എൻഡ് ആണി ഉപയോഗിച്ച് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ എന്താണ് ഒരു 50 gram വരുന്ന ഒരു വെയിറ്റും ഹാങ് ചെയ്തിട്ടുണ്ട്. Pass the spring through the pulley fixed at the end of the table as shown in the figure. അതായത് ഇവിടെ ഒരു പുള്ളി ഉണ്ട്. അതെന്തിനാ പുള്ളി വെച്ചത്? അതായത് ഈ പുള്ളി ഇല്ലെങ്കിൽ ഇതിങ്ങനെ നിലത്തൂടെ ഒരഞ്ഞിട്ടാണ് വരിക. ഈ ഒരു പുള്ളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നീക്കാനൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. അതായത് നമ്മൾ കിണറ്റുന്ന വെള്ളമൊക്കെ കോരുമ്പോൾ ഒരു റൗണ്ട് സാധനം കാണില്ലേ, അതാണ് പുള്ളി ട്ടോ. അപ്പോൾ പുള്ളിയിൽ വെച്ചിട്ട് ഒരു സ്പ്രിങ് ഇവിടെ ഒരു സൈഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ 50 gram ഹാങ് ചെയ്തിട്ടുണ്ട്. പ്രസ് ആൻഡ് റിലീസ് ദ സ്പ്രിങ് കണ്ടിന്യൂസ്ലി. വാട്ട് ഡു യു ഒബ്സർവ്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സ്പ്രിങ് താഴോട്ടേക്കും മേലോട്ടേക്കും ഇങ്ങനെ പ്രസ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്? ഈ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിങ് ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുക. എന്തായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക? യെസ്, ഈ സ്പ്രിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ സ്ട്രിങ്, അതായത് ഈ നൂല് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തെന്ന്? ഈ സ്ട്രിങ്, ഈ നൂല് വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. What is the direction of motion of the particle in the string with respect to the equilibrium position? അതായത് ഈ സ്ട്രിങ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വൈബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ സ്പ്രിങ് താഴോട്ടും മേലോട്ടും ആക്കുമ്പോൾ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രിങ്ങിലുള്ള പാർട്ടിക്കിൾസിന്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്നാ ചോദിക്കുന്നത്. പാരലൽ ആയിട്ടാണോ ഉണ്ടാവുക അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണോ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? പെർപെൻഡിക്കുലർ. എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ മോഷൻ ഉണ്ടാവുക. അതായത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പഠിച്ചിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എങ്ങനെയും ഇങ്ങനെ 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 പോവാണെങ്കിൽ അതെങ്ങനെയാ? എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ പാരലൽ ആയിട്ടായിരുന്നു. അതായത് വേവ് ഇങ്ങനെ പോവാണെങ്കിൽ പാർട്ടിക്കിൾ എങ്ങനെയാ? പാരലൽ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ട് നിന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇവിടെ ഈ ട്രാൻസ്വേഴ്സ് വേവില് ഈ സാധനം, ഈ സ്പ്രിങ് താഴോട്ടും മേലോട്ടും ആക്കുമ്പോൾ ഈ സ്പ്രിങ്ങിലെ സ്ട്രിങ് ഇങ്ങനെയുള്ള ഒരു മോഷനാണ് നടത്തുക. അതായത് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ പാർട്ടിക്കിളുടെ മോഷൻ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിളിന്റെ മോഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിളിന്റെ മോഷൻ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആയിട്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിലോ പാരലൽ. പാരലൽ. ഈ രണ്ട് വാക്കുകളും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. എങ്ങനെയാ? നമ്മളുടെ പ്രൊപ്പഗേഷൻ, അതായത് വേവ് ഇങ്ങോട്ടേക്കാ പോകുന്നതെങ്കിൽ അതേപോലെ തന്നെ പോവാണെങ്കിൽ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അതേസമയം വേവ് ഇങ്ങോട്ട് പോകുന്ന പാർട്ടിക്കിൾ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ് കേട്ടോ. മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇനി does each point on the string move parallel or perpendicular to the direction of propagation of the wave formed in the string? എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പാരലൽ ആയിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ? യെസ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. Does the particles on the string undergo resultant translatory motion other than moving vertically up and down from their equilibrium position? എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ഒരു സ്ട്രിങ്ങിന്റെ മോഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതില് പാർട്ടിക്കിള് അപ്പ് ആൻഡ് ഡൗൺ അല്ലാണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്ററി മോഷൻ നടത്തുന്നുണ്ടോന്ന്. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഇങ്ങനെ നേരെയൊക്കെ പോകുന്ന മോഷൻ. ഇങ്ങനെയുള്ള മോഷൻ നടത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നടത്തുന്നുണ്ടോ?
ഇല്ല. ആകെ എന്ത് ടൈപ്പ് മോഷനാണ് ഉള്ളത്? വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ മോഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടില്ലേ? എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അതായത് വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് അവരുടെ മോഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? എന്താണ് ഇങ്ങനെ ഒരു മേൽഭാഗമുണ്ട്, ഒരു താഴ്ഭാഗമുണ്ട് അല്ലെ? ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് പോകുന്നത് അല്ലെ? ഇതിന് പ്രത്യേക പേരൊക്കെ പറയും. അത് ഞാൻ വരുന്ന സ്ലൈഡിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? ട്രാൻസ്വേഴ്സ് മോഷൻ, സോറി ട്രാൻസ്വേഴ്സ് വേവ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വെൻ ദ പാർട്ടിക്കിൾസ് ഓഫ് എ മീഡിയം വൈബ്രേറ്റ് perpendicular to the direction of propagation of the wave, they are called transverse wave. കണ്ട എന്താ പറഞ്ഞിട്ടുള്ളത്? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ. എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? വേവ് ഇങ്ങനെ പോവാണെങ്കിൽ, വേവ് പോകുന്നതിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. വേവ് ഇങ്ങനെ വേവ് പോകുന്ന അതേ സെയിം ഡയറക്ഷനിൽ പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മാറിപ്പോവരുത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും പാരലലും പെർപെൻഡിക്കുലറും മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർമ്മിച്ചാൽ മതി. ലോഞ്ചിറ്റ്യൂഡിനലില് എൽ ഉണ്ട്, പാരലലിലും എന്തുണ്ട്? എൽ ഉണ്ട്. അപ്പോൾ എല്ല് വരുമ്പോൾ എല്ല് ലോഞ്ചിറ്റ്യൂഡിനൽ പാരലൽ ആയിട്ടാണ് പോവുക. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പൊ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെച്ചോ. When the particle of a medium vibrates perpendicular to the direction of propagation of the wave, they are called a transverse wave. Observe the waveform shown in figure 1.10b. In the transverse wave, the elevated portions from the equilibrium position are called crest and the lowest portion from the equilibrium position are called trough. ഏത് ചിത്രം ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫിഗർ 1.10ലുള്ള ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്ക്. ഈ സ്പ്രിങ് താഴോട്ടേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഒരു വേവ് ഫോം ചെയ്യുന്നുണ്ട്. ആ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാ? പൊങ്ങിയിട്ടും താണിട്ടും അല്ലെ? ഇങ്ങനെ പൊങ്ങിയിട്ടും താണിട്ടും ഉള്ള ഒരു വേവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലെ? ഈ ഒരു പൊങ്ങിയ ഭാഗത്തെ നമ്മൾ ക്രസ്റ്റ് എന്നാ വിളിക്കാം. ഈ ഒരു താണ ഭാഗത്തെ നമ്മൾ ട്രഫ് എന്നും വിളിക്കും. എന്താ? ഇങ്ങനെ ഒരു പൊങ്ങിയ ഭാഗത്തെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും. ഈ ഒരു താണ പോലത്തെ ഭാഗത്തെ നമ്മൾ ട്രഫ് എന്നാണ് വിളിക്കുന്നത്. അതൊന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മളുടെ വേവ് എങ്ങനെയാ? ഇങ്ങനെയാണ് നമ്മളുടെ വേവ് ഉള്ളത്. ഇത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനും ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇങ്ങനെയാണ് വേവ് പോകുന്നത്. ഒരു പൊങ്ങിയ ഭാഗമുണ്ട്, ഒരു താണ ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എലിവേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒരു പൊങ്ങിയ പോലത്തെ അല്ലെ? എലിവേറ്റ് കുറച്ച് മേലോട്ടാക്കി വെച്ച ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ്? ഇങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എലിവേറ്റ് ചെയ്ത ഒരു പോർഷനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുക. ഈ ഒരു താണ പോർഷനെ നമ്മൾ ട്രഫ് എന്ന് വിളിക്കും. താണ പോർഷനെ ട്രഫ് എന്ന് വിളിക്കും, പൊങ്ങിയ പോർഷനെ ക്രസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതില് എത്ര ക്രസ്റ്റ് ഉണ്ട്? 4 ഉണ്ട് അല്ലെ? 1 2 3 4 അല്ലെ? എത്ര ട്രഫ് ഉണ്ട് ഇവിടെ? 3 അല്ലെ? 1 2 3 അല്ലെ? 4 ക്രസ്റ്റും ഉണ്ട്, 3 ട്രഫും ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിച്ച്, അപ്പൊ ഈ ക്രസ്റ്റും ട്രഫും ഏത് വേവിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ഉത്തരം എഴുതുക? ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആണോ? ക്രസ്റ്റും ട്രഫും കാണാൻ പറ്റുന്നത് ട്രാൻസ്വേഴ്സ് വേവിലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ കാണാൻ പറ്റുന്നത് എന്തായിരുന്നു?
കംപ്രഷനും റാർഫാക്ഷനും അല്ലെ. കംപ്രഷനും റാർഫാക്ഷനും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലാണ് കാണാൻ പറ്റുക. ക്രസ്റ്റും ട്രഫും ഏതിലാണ് കാണാൻ പറ്റുക? ട്രാൻസ്വേഴ്സ് വേവിലാണ്. അപ്പൊ നിങ്ങളോട് ചോദിച്ച് ഈ ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്താ? ഇൻ ട്രാൻസ്വേഴ്സ് വേവ് ദ എലിവേറ്റഡ് പോർഷൻസ് ഫ്രം ദ ഈക്വിലിബ്രിയം പൊസിഷൻ ആർ കോൾഡ് ദി ക്രസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പോർഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആർ കോൾഡ് ട്രഫ്. മനസ്സിലായില്ലേ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എലിവേറ്റ് ചെയ്ത പോർഷനെ ക്രസ്റ്റ് എന്നും വിളിക്കും, ലോവസ്റ്റ് പോർഷനെ ട്രഫ് എന്നും വിളിക്കും. അതും എഴുതി വെച്ച് ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് മേലെ കാണുന്നതാണ് ക്രസ്റ്റ്, താഴെ കാണുന്നതാണ് ട്രഫ് എന്നും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും? ഫുൾ മാർക്ക് ഇട്ട് തരും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൃത്തിയിൽ എഴുതി വെക്കുക കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാല്. നെക്സ്റ്റ് നോക്കാം. പ്ലേസ് എ സ്ലിങ്കി ഓൺ എ ടേബിൾ, stretch both ends of it, hold one of the slinky and oscillate it as shown in figure. എന്താ? ഒരു ടേബിളിൽ രണ്ടാളും ഒരു സ്ലിങ്കി പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, സ്ലിങ്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത് ഒരു സൈഡിൽ നിന്ന്, അതായത് രണ്ട് എൻഡും സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഒരു സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹോൾഡ് ചെയ്ത് വെച്ച്. എന്നിട്ട് എന്താ? ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് എങ്ങനെ എന്ത് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്ലിങ്കി എന്ത് ചെയ്ത് ഓസിലേറ്റ് ചെയ്തപ്പോൾ ഈ സ്ലിങ്കി എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ അല്ലേ, ഒരു ക്രസ്റ്റും ട്രഫും പോലെ. ഇതേപോലെ തന്നെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ ചെയ്തത്. എങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്? എങ്ങനെയാ? അതായത് ഒരു സൈഡ് ടൈറ്റാക്കി പിടിച്ച് ഇങ്ങനെയാണ് പുഷ് ചെയ്യാണ് അല്ലേ ചെയ്തത്. ഇങ്ങനെ കുറച്ച് കൂട്ടി വെച്ച് പുഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പാരലൽ ആയിട്ടാണ് ഇവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തത്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇവിടെയോ? ഇവിടെ എന്താ ഉള്ളത്? ഒരു സൈഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത്, അപ്പൊ എന്തായിട്ടുണ്ട്? ഒരു ക്രസ്റ്റും ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ട്രഫും ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. ക്രസ്റ്റും ഫോം ചെയ്തിട്ടുണ്ട്, ട്രഫും ഫോം ചെയ്തിട്ടുണ്ട്. ആർ ദ കോയിൽസ് മൂവിങ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ് ഓൺ ദ സ്ലിങ്കി? എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ കോയിൽ മൂവ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. കാരണം എന്താ? ഈ അപ്പും ഡൗണും, അതായത് ഇങ്ങനെ പൊങ്ങിയും താണും ഉള്ള എന്ത് വേവാണ്? ട്രാൻസ്വേഴ്സ് വേവാണ്. ട്രാൻസ്വേഴ്സ് വേവിൽ മൂവ്മെന്റ് എങ്ങനെയാണുള്ളത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഫോംഡ് ഇൻ ദ സ്ലിങ്കി? ഈ സ്ലിങ്കിയിൽ എന്ത് ടൈപ്പ് വേവ് ഫോം ആണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന്. ട്രാൻസ്വേഴ്സ് ആണോ അല്ലെ ലോഞ്ചിറ്റ്യൂഡൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും ആൻസർ? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. പിന്നെ നോക്കാനുള്ളത് ഇതാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. സൗണ്ട് വേവ് എന്തായിരുന്നു? സൗണ്ട് വേവ്സ് എന്തായിരുന്നു? സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിരുന്നു. സൗണ്ട് വേവ്സ് എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്തെന്നാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ട് വേവ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോട്ടാ. ഒന്നുകൂടി പറഞ്ഞുതരാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് പോകുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും പാർട്ടിക്കിളിന്റെ മോഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൽ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സൗണ്ട് വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു എക്സാമ്പിൾ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് വേവിന് ഒരു എക്സാമ്പിൾ ആണ്. ട്രാൻസ്വേഴ്സ് വേവിലാണ് ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ കംപ്രഷനും റാർഫാക്ഷൻസും ആണ് കാണാറ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. Some of the characteristics related to transverse wave and longitudinal waves are given below. Classify them and complete the table. അതായത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു മിക്സഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. താഴെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് രണ്ട് ബോക്സിലേക്കും കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം. പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ്
പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് എന്ത് വേവ് ആയിരിക്കും? പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് എന്ത് വേവ് ആയിരിക്കും? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും അല്ലെ? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. കംപ്രഷൻസ് ആൻഡ് റയർഫാക്ഷൻസ് ആർ ഫോംഡ്. കംപ്രഷനും റയർഫാക്ഷൻസ് എന്തിലാ ഫോം ചെയ്യുക? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. പ്രഷർ വേരിയേഷൻസ് എന്തിലാണ് ഉണ്ടാവുക? ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കംപ്രഷൻസും റയർഫാക്ഷൻസും. അതായത് ഇവിടെ നോക്കുമ്പോൾ ഇത് കംപ്രഷൻ ആണ്, ഇവിടെ എന്താണ്? റയർഫാക്ഷൻ ആണ്. കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, റയർഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറവായിരിക്കും. എന്നാൽ നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവിൽ എന്താ? പ്രഷർ കൂടിയ ഭാഗമോ അല്ലെ പ്രഷർ കുറഞ്ഞ ഭാഗമോ അങ്ങനെ വേർതിരിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ് എന്തിലാണ്? ട്രാൻസ്വേഴ്സ് വേവിലാണ് അല്ലെ? Particles in the medium vibrate parallel to the direction of propagation of the wave. Parallel ആയിട്ട് എന്തിലേനു? ലോഞ്ചിറ്റ്യൂഡിനൽ. നോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ മീഡിയം. അതെന്തായിരിക്കും? ട്രാൻസ്വേഴ്സ്. അപ്പം എന്താ? ഓരോ ടേബിളിൽ എടുത്ത് എഴുതണം കേട്ടോ. പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതെന്താ? ട്രാൻസ്വേഴ്സ് ആണ്. കംപ്രഷനും റയർഫാക്ഷൻസ് എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ് ട്രാൻസ്വേഴ്സ്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ആണെങ്കിൽ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ. നോ പ്രഷർ വേരിയേഷൻ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ്. അപ്പം ഇത്രയും ക്ലിയർ ആയിട്ടില്ലേ അല്ലേ? ഡൗട്ടോ കൺഫ്യൂഷൻസോ ഒന്നും ഇല്ലല്ലോ? അഥവാ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വേവ്സ്. എന്താ? വേവിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എക്സാമിന്, അതായത് റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? 2 എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം 5 എണ്ണം കൊടുത്തിട്ടുണ്ട്, 5 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്, അതായത് വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഈ 5ഉം എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, പീരീഡ് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്, സ്പീഡ് ഓഫ് വേവ് ഉണ്ട്. ഇതിൽ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും പീരീഡും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ പുതുതായിട്ട് പഠിക്കാനുള്ള എന്താ? ഈ വേവ് ലെങ്ത്തും സ്പീഡ് ഓഫ് വേവ് ആണ് നിങ്ങൾ തീരെ കേൾക്കാത്തതായിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ആംപ്ലിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് ഒരു ഊഞ്ഞാലാണ്, ഇത് ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഊഞ്ഞാൽ ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അല്ലേ? ഇങ്ങോട്ടും പോവും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്താ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഈക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ വേവ്. ഇതാണ് എന്തെന്ന്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? സ്മോൾ ലെറ്റർ എ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്ത ഈ ചിത്രം ഒന്ന് നോക്കാം. The displacement time graph of a particle in a wave is depicted. അതായത് എന്താ? ഇതെന്തെന്നാ? ഒരു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. എന്തുകൊണ്ടാ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വന്നേ? ടൈമും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുള്ളത് സെന്റിമീറ്ററിലാണ്, ടൈം തന്നിട്ടുള്ളത് സെക്കൻഡിലാണ് അല്ലേ? ഇവിടെ ഒരു വേവ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? ഒരു വേവ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്താ? ഡിസ്പ്ലേസ്മെന്റ് 0, ടൈമും എന്താണ്? 0. ഇവിടെ ടൈം 0.5, ഇവിടെ 1, 1.5 സെക്കൻഡ് അല്ലേ? സമയം ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്തെന്നാ? ഇത് 0, 1, 2 എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റും ആണ്.
ഈ ഒരു വരയില്ലേ, ഈ ഒരു വരയാണ് നമ്മളുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, എന്താ, ഈ ഒരു വരയാണ് നമ്മളുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടുന്ന് നമ്മളുടെ ഒരു പാർട്ടിക്കിൾ സീറോയിൽ നിന്ന് തുടങ്ങി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്തി. ഓക്കെ, ദാ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം പൊസിഷനിലേക്ക് എത്തി, ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. അതാണ് ഇത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഇടത്തേക്ക് തന്നെ വന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ വന്ന്. ഇനിയോ ഇവിടെ എത്തിയതിന് ശേഷം അത് തിരിച്ച് പിന്നെ എങ്ങോട്ടേക്ക് പോയി, ബേക്കോട്ടേക്ക് പോയി. അതാണ് ഇവിടുന്ന് ബേക്കോട്ടേക്ക് പോയി മാക്സിമത്തിലെത്തി. എന്നിട്ട് എന്ത് ചെയ്ത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്താ, ആദ്യം സീറോ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഒരു പൊസിഷനിലെത്തി, പിന്നെയും ഇക്വിലിബ്രിയം പൊസിഷനിലെത്തി, പിന്നെയും മാക്സിമം പൊസിഷനിലെത്തി, പിന്നെയും ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തി. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, ഇവിടെയാണെങ്കിൽ ഇതായിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെയാണെങ്കിലോ ഇതായിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെയാണെങ്കിൽ ഇത് അല്ലേ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ക്ലിയർ ആയിട്ടില്ല? ഓക്കെ, അതിനാണ് നമുക്ക് നോക്കാം. In the figure, which are the points with maximum displacement from the equilibrium position of the wave? എന്താ ചോദിച്ചിട്ടുള്ളത്? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട് അല്ലേ. എ, സി, ഇ. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 2ന് നേരെയല്ലേ അല്ലേ. അപ്പൊ ഈ ഒരു വേവിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ, യൂണിറ്റ് സെന്റിമീറ്ററിലാണുള്ളത്, അതുകൊണ്ടാണ് 2 സെന്റിമീറ്റർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പീരീഡ് ആണല്ലേ. പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു പീരീഡ്? ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം അല്ലേ, ടൈം അല്ലേ. ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തെ ആയിരുന്നു നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുമെന്ന് പറയാം എങ്ങനെയാ? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി, യെസ്, ഇതെന്താണ്? ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ആണ് അല്ലേ. ഇതും എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്നത് എന്താണ്? ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ആണ്. അപ്പോൾ ഒരു ഓസിലേഷൻ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്താൻ ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയാം. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? ക്യാപിറ്റൽ ടി ആണ്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ? എന്താ ചോദിച്ചിട്ടുള്ളത്? മേലെ ഒരു ഫിഗർ തന്നിട്ടില്ലേ, ആ ഫിഗറിലുള്ള വേവിന്റെ പീരീഡ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം എത്രയാ? നോക്ക്, 0ന്ന് തുടങ്ങി ഡിയിലെത്തിയാലല്ലേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പൊ അതിനെടുത്തിട്ടുള്ള സമയം എത്രയാണ്? 1 അല്ലേ. 1 എത്രയാണ്? സെക്കൻഡ് ആണോ മിനിറ്റ് ആണോ? എത്രയാ? സെക്കൻഡ് അല്ലേ. അപ്പൊ 0, ഒരു ഓസിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്താനുള്ള സമയം എത്രയാ? 1 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ? എത്ര സമയം എടുത്തെന്ന് ചോദിക്കുന്നതും പീരീഡ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ഇവിടുത്തെ എത്രയാ വന്നിട്ടുള്ളത്? 1 ആണ് അല്ലേ. എത്ര? 1 സെക്കൻഡ്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ. എ സൈക്കിൾ ഈസ് 1 കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വേവ് മോഷൻ. അതായത് ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ, ഒരു ഫുൾ ഓസിലേഷനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയാം. ഇനിയിപ്പോ ഇവിടെ അപ്പൊ എത്ര സൈക്കിൾ ഉണ്ട് മൊത്തം?
ഈ വരച്ചതിലെ 3 സൈക്കിൾ ഉണ്ട് അല്ലേ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും 1 ആവും അല്ലേ? പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും 2 ആയി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും എത്രയായി? 3 ആയി. അപ്പൊ ഇവിടെ എത്ര സൈക്കിൾ ഉണ്ട്? 3 സൈക്കിൾ. അപ്പൊ ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒരു ഓസിലേഷൻ അല്ലേ? ഒരു ഓസിലേഷൻ. ഇനി അടുത്തത് നോക്കാനുള്ളത് എന്താ? ഫ്രീക്വൻസി. The frequency of a wave is the number of cycles that pass through a point in 1 second. എന്താണ് ഫ്രീക്വൻസി? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുന്നത്? എത്ര സൈക്കിൾ എന്ന് വേണം, എത്ര സൈക്കിള് അല്ലെങ്കിൽ എത്ര ഓസിലേഷൻ എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് അല്ലെങ്കിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് എന്ത്? ഫ്രീക്വൻസി. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇത് ടൈമാണ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൈമാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് വേവ്സ് വരക്കുന്നുണ്ട് കേട്ടോ. വേവ്സ് വരച്ച് ഇവിടം വരെ എത്താനുള്ള സമയം 1 സെക്കൻഡ് ആണ്. ഇവിടത്തേക്ക് എത്താനുള്ള സമയം 1 സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടൊക്കെ ഓരോ സമയമുണ്ട്. ഇവിടം വരെ എത്താനുള്ള സമയം 1 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര സൈക്കിൾ ഉണ്ട്? 1 2 3 4 സൈക്കിൾ ഉണ്ട് അല്ലെ? 4 സൈക്കിൾ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എഴുതാ? ഞാൻ പറയുന്നത് ഇവിടുത്തെ ഫ്രീക്വൻസി 4 ആണ് എന്ന് പറയുന്നു. എത്രയാ? 4 ആണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാ 4 എന്ന് പറഞ്ഞത്? അതായത് ഒരു സെക്കൻഡിൽ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ എന്താണ്? 1 സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര മാത്രം സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. ഇനിയിപ്പോ ഇവിടെയാണ് 1 സെക്കൻഡ് എന്ന് വിചാരിക്കും. ഇവിടം വരെ എത്താൻ 1 സെക്കൻഡ്, ഇവിടെ എത്താൻ 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 1 2 അല്ലേ? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു സെക്കൻഡ് ഇവിടം വരെയാണ്. അപ്പോൾ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 1 2. അപ്പോൾ ഒരു സെക്കൻഡിൽ 2 സൈക്കിൾ. അപ്പോൾ 2 ആണ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ? ഡൗട്ട് ഇല്ലാലോ? ഓക്കെ. If the wave shown in figure 1.11 takes 1 second to travel from 0 to D, find the frequency of the wave. എന്താ പറഞ്ഞിട്ടുള്ളത്? 1.11 ഫിഗർ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1.11 ഒരു സെക്കൻഡ് എടുക്കുന്നുണ്ട് 0 to ഡിയിലേക്ക്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. O to ഡിയിലേക്ക് എത്താനായിട്ട് ഒരു സെക്കൻഡ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? ഒരു സൈക്കിൾ മാത്രമേ ഇവിടെ 1 സെക്കൻഡിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 1 ഹെർട്സ് ആയിരിക്കും അല്ലേ? ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്തെന്നാ? ഹെർട്സ് അല്ലേ? ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താ? ഹെർട്സ്. HZ. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് വേവ് ലെങ്ത് നോക്കാനുണ്ട്, പിന്നെയും സ്പീഡ് ഓഫ് വേവ്, അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എടുക്കുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? നല്ല വൃത്തിയിൽ നോട്ട്സൊക്കെ എഴുതി ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വെക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കി തരാം.